അനീഷ് അതാണ് ഉപയോഗിച്ചത്. അനീഷിന് ഞങ്ങളെ ആരെയും അറിയത്തില്ല, പേഴ്സണലി അറിയത്തില്ല. ഒരു ടിവിയിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിയാമെന്നെങ്കിലും പേഴ്സണലി അറിയത്തില്ല. അപ്പൊ അയാൾക്ക് ആരോടും ഷൗട്ട് ചെയ്യാം, ആരോടും ആക്രോശിക്കാം. എനിക്ക് ഷാനവാസിനോട് ആക്രോശിക്കാൻ പറ്റുമോ? അനുവിനോട് പറ്റുമോ? ശരത്തിന്റെ അടുത്ത് പറ്റുമോ? സരികയുടെ അടുത്ത് പറ്റുമോ? അക്ബറിന്റെ അടുത്ത് പറ്റുമോ? ഇവരെല്ലാം നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ അതിനുള്ള റീസൺ വേണം. പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരാളിനെ ബ്ലെയിം ചെയ്യാനായിട്ടുള്ള അതിനുള്ള സിറ്റുവേഷൻ ഇല്ല. പിന്നെ ബാക്കിയുള്ളവരെല്ലാം നമുക്ക് ഞാനും നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കോമ്പറ്റീറ്ററായിട്ട് നമുക്ക് തോന്നുന്നവർ പിന്നെ എല്ലാം അങ്ങനെയുള്ളവരല്ലല്ലോ ബാക്കിയുള്ളവർ. അപ്പൊ അതുകൊണ്ട് അനീഷിന് അത് ഗുണം ചെയ്തു. പരിചയമില്ലാത്ത ഒരാളെന്നുള്ള രീതിയിൽ ആരെ കണ്ടാലും പറയാം. നിങ്ങൾക്കപ്പോ ഈ സംശയം അടിച്ചില്ല, ഇയാൾക്ക് ആർക്കും പരിചയമില്ലാത്ത എന്നുള്ളൊരു സാധനം? അല്ല, ഇയാളാണ് അത് ആദ്യ ദിവസം മുതൽ തന്നെ, അയാൾ വന്ന് കയറിയപ്പോൾ മുതൽ തന്നെ അതിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോയ ഒരാളാണ്. ബാക്കി ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഫസ്റ്റ് വീക്കിൽ അതല്ലാതെ വേറെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂയോ വേറെ എന്തെങ്കിലും സംഭവങ്ങളോ നമ്മൾ പുറത്ത് കണ്ടോ? അനീഷിനെ ചുറ്റിപ്പറ്റി അത് അനീഷ് വേളം വയ്ക്കുമ്പോൾ ശരത്ത് കയറി ഏറ്റുപിടിക്കും. അതിൻ്റെ കൂടെ അക്ബറും കൂടെ ചേരും, അഭിലാഷ് കൂടെ ചേരും, പിന്നെ ഞങ്ങൾ ഷാനവാസ് വരും, പിന്നെ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ വരും, പിന്നെ അതിനെ സമരസപ്പെടുത്താനായിട്ട് പിന്നെ കുറച്ച് ചർച്ചകൾ. അങ്ങനെയല്ലേ എപ്പോഴും സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അവിടത്തേക്ക് അനീഷ് വരിക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിച്ചു വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഇടപെടുത്തുമില്ല.